നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത് UDF-ൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമാവുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർക്കില്ല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കെയാണെന്നും ഇതിനുശേഷം കേരളത്തിന് കേന്ദ്രം പണം നൽകിയെന്നും വിദ്യാഭ്യാസ മന്ത്രി. വീണ വിജയനെതിരായ കേസിൽ CPM ഇടപെടേണ്ടതില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. വീണയ്ക്കെതിരായ കേസിനെ നേരിടാനുള്ള കഴിവ് അവർക്കുണ്ടെന്നും അതിൽ CPM-ന് കാര്യമില്ലെന്നും NN കൃഷ്ണദാസ്. പിണറായി വിജയനെതിരെയുള്ള ഏത് നീക്കവും പാർട്ടിക്കെതിരായി തന്നെയാണെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം. തൃശൂരിൽ വിവിധ മേഖലകളിൽ വീശിയടിച്ച മിന്നൽ ചുഴയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ വീണ് ഒരു സ്കൂളിനും പാർക്ക് ചെയ്ത വാഹനങ്ങൾക്കും കേടുപാടുകൾ. ആളഭയമില്ല. ഷൊർണൂർ നഗരപരിധിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളും സജീവം. കരുവന്നൂർ കേസ്. ഇടതുപക്ഷ ആശയത്തെ തകർക്കുന്നതിന് പല മാർഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നതായി K. രാധാകൃഷ്ണൻ MP. ദേശീയ അന്വേഷണ ഏജൻസികളെയും ഇതിനായി ഉപയോഗിക്കുന്നു. EDയുടെ വേട്ടയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും BJPക്ക് കിട്ടില്ലെന്നും K. രാധാകൃഷ്ണൻ MP. പാലക്കാട് അട്ടപ്പാടിയിൽ ചാരായം മാറ്റുന്നതിനായി മരത്തിനു മുകളിൽ പ്ലാസ്റ്റിക് ബാരലുകളിൽ സൂക്ഷിച്ച വാഷ് പിടികൂടി. 2 ബാരലുകളിലായി സൂക്ഷിച്ച 400 ലിറ്റർ വാഷ് എക്സൈസ് സംഘം നശിപ്പിച്ചു. സംഭവത്തിൽ കേസെടുത്ത് എക്സൈസ് അധികൃതർ. പാലക്കാട് പള്ളത്തേരിയിൽ നടത്തിയ റെയ്ഡിൽ 40 ലിറ്റർ വാഷ് പിടികൂടി. പരിശോധന ഓപ്പറേഷൻ തണ്ടിന്റെ ഭാഗമായി. പരിശോധന തുടരുമെന്നും എക്സൈസ് അധികൃതർ. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത് UDF-ൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമാവുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർക്കില്ലെന്നും മന്ത്രി സൂചിപ്പിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കെയാണെന്നും N. ഷംസുദ്ദീൻ പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെയാണ്. പദ്ധതിയിൽ ഒപ്പുവെച്ചതിനു ശേഷം കേരളത്തിന് കേന്ദ്രം പണം നൽകി. പണം കിട്ടിയില്ലെന്ന ശിവൻകുട്ടിയുടെ വാദം തെറ്റാണ്. 93 കോടി രൂപയാണ് കേന്ദ്രം ഇതിനോടകം അനുവദിച്ചത്. വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ വിദഗ്ധരുമായി കൂടിയാലോചിച്ചതിനു ശേഷം നടപ്പിലാക്കുമെന്നും N. ഷംസുദ്ദീൻ പറഞ്ഞു. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിക്കുക. അതിൽ PM ശ്രീയോടുള്ള ഞങ്ങളുടെ നിലപാടിനൊന്നും ഒരു മാറ്റമില്ല. PM ശ്രീയോടുള്ള നിലപാടും നമ്മുടെ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് ആഘാതമുണ്ടാക്കുന്ന വിധം കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം സംഗതികൾക്ക് കണ്ടീഷൻ വെക്കുന്നതിനോട് ഞങ്ങൾക്ക് വളരെ ശക്തമായ വിയോജിപ്പാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. PM ശ്രീയോട് അന്നും ഇന്നും ഒരേ നിലപാട് തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം എന്താണ്, കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്, ഗവൺമെന്റുകൾക്ക് തുടർച്ചയാണ്. അപ്പൊ 2 വാദമുണ്ട്. MOയിൽ ഒപ്പിട്ടാൽ ഒരു കക്ഷിക്ക് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല. നിങ്ങൾ അന്ന് എതിർപ്പ് വന്നപ്പോൾ പൂർണ്ണമായിട്ട് പിന്മാറിയിട്ടില്ല. എന്താ പറഞ്ഞത്, കെപ്റ്റിൻ അബയൻസ്, അത് തൽക്കാലം ഒന്ന് നിർത്തിവെക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആഴ്ചയിലൊരിക്കൽ കളർ ഡ്രസ് അടിച്ചേൽപ്പിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പല ഭാഗത്തുനിന്നും അതിന്റെ ഒരു മറുവശം കൂടി ഞങ്ങളോട് ചൂണ്ടിക്കാണിച്ചു. എന്തുകൊണ്ടാണ് യൂണിഫോം വന്നത്, പിന്നെ അതിന് ഒരു ദിവസം ഇളവ് കൊടുക്കുമ്പോണ്ടാകുന്ന പ്രയാസങ്ങൾ, അതൊക്കെ ഞങ്ങളുടെ മുമ്പിലുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ ഏത് പരിഷ്കാരവും അക്കാദമിക സമൂഹവുമായി ചർച്ച ചെയ്തിട്ട് അതിൽ പിന്നെ അക്കാഡമിഷ്യൻസ് ഉണ്ടാകും, അധ്യാപകരുണ്ടാകും, വിദ്യാർത്ഥികളുണ്ടാകും, ഞങ്ങൾ നടപ്പാക്കുള്ളൂ. അല്ലാതെ ഏകപക്ഷീയമായ ഒരു മാറ്റവും എവിടെയും അടിച്ചേൽപ്പിക്കില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ വീശിയടിച്ച മിന്നൽ ചുഴയിൽ വ്യാപക നാശനഷ്ടം. പൂച്ചട്ടി, വില്ലാടം, വിൽവട്ടം, ചേറൂർ ഉൾപ്പെടെ പല മേഖലകളിലും മരങ്ങൾ കടപുഴകി വീണു. പൂച്ചട്ടി ബൗൺസ് സ്കൂളിനും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കും തേക്കുമരങ്ങൾ കടപുഴകി വീഴുകയായിരുന്നു. സംഭവത്തിൽ സ്കൂളിലും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. രാവിലെ 8:45ഓടെയാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശിയടിച്ചത്. ചുഴലിയാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ മരങ്ങൾ കടപുഴകി വീണു. വീടുകളുടെ റൂഫ് ഷീറ്റുകൾ വീശിയടിച്ച കാറ്റിൽ പറന്നുപോയി. വില്ലടം, വിൽവട്ടം, ചേറൂർ, പൂച്ചട്ടി, കൊഴുക്കുള്ളി മേഖലകളിലാണ് വ്യാപക നാശനഷ്ടം വിതച്ചത്. പൂച്ചട്ടി ഭവൻസ് സ്കൂളിന് മുകളിലേക്ക് തേക്കുമരങ്ങളാണ് കടപുഴകി വീണത്. LKG ബ്ലോക്ക് സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് വ്യാപകമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.
മറ്റത്തൂരിൽ മണ്ണിടിച്ചിലിൽ ഭീഷണിയുള്ളതിനാൽ 10ഓളം കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പുല്ലുറ്റിൽ മഴയിൽ ഒരു വീട് തകർന്നിട്ടുണ്ട്. വാരാക്കരയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരം വീണ് നാശനഷ്ടമുണ്ടായി. ജില്ലയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം ഉണ്ടായെങ്കിലും ആളപായം എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വീണ വിജയനെതിരായ കേസിൽ CPM ഇടപെടേണ്ടതില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് പറഞ്ഞു. പിണറായി വിജയനെതിരെയുള്ള ഏത് നീക്കവും പാർട്ടിക്കെതിരെ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ED സമൻസ് അയച്ചതിൽ പ്രതികരിക്കുകയായിരുന്നു NN കൃഷ്ണദാസ്. കരിമണൽ കമ്പനിയായി CMRനും വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കിനും ഇടയിലെ കരാറും പണം കൈപ്പറ്റലുമായ കേസിലാണ് ED വീണ വിജയന് സമൻസ് അയച്ചിരിക്കുന്നത്. വീണ വിജയൻ പ്രതി ചേർക്കപ്പെട്ട കേസിൽ ED പിണറായി വിജയന്റെ വാടക വീട്ടിൽ റെയ്ഡ് നടത്തിയത് ഏറെ വിവാദമായിരുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് എന്ന തരത്തിൽ വാർത്ത നൽകിയത് ശരിയായ മാധ്യമപ്രവർത്തനമല്ല. പിണറായിക്ക് നേരെ തിരിഞ്ഞത് കൊണ്ടാണ് റെയ്ഡ് ദിനത്തിൽ പ്രവർത്തകർ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ തിരിഞ്ഞതെന്നും വീണയ്ക്കെതിരായ കേസിനെ നേരിടാനുള്ള കഴിവ് വീണയ്ക്കുണ്ടെന്നും അതിൽ CPMന് കാര്യമില്ലെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. നിങ്ങൾ പിണറായിയുടെ വീട്ടിൽ ED കയറി റെയ്ഡ് ചെയ്യുന്ന വാർത്ത കൊടുത്തത്. അപ്പോൾ വീണയ്ക്ക് ED സമൻസ് കൊടുത്തിട്ടുണ്ട്. വീണ അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ നല്ല പ്രാപ്തിയുള്ള ഒരു ലേഡിയാണ്. അവർ ചെയ്തോളൂ. പിണറായിക്ക് എതിരെ ലക്ഷ്യം വയ്ക്കുന്നത് CPMന് ലക്ഷ്യം വയ്ക്കൽ തന്നെയാണ്. അതിലെന്താ സംശയം? പിണറായിയെ ലക്ഷ്യം വയ്ക്കുന്നത് CPMനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല, ജനങ്ങളെ ചെറുക്കും. CPMനെ തകർക്കാൻ ഒരു ശക്തിയെ അനുവദിക്കാൻ പോകുന്നില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് അട്ടപ്പാടി ആനക്കട്ടി ഊരൂരിൽ ചാരായം വാറ്റുന്നതിനായി മരത്തിന് മുകളിൽ പ്ലാസ്റ്റിക് ബാരലുകളിൽ സൂക്ഷിച്ച വാഷ് പിടികൂടി. 2 ബാരലുകളിലായി സൂക്ഷിച്ച 400 ലിറ്റർ വാഷാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടിയിൽ ചാരായം വാറ്റുന്നതിനായി മരത്തിന് മുകളിൽ പ്ലാസ്റ്റിക് ബാരലുകളിൽ സൂക്ഷിച്ച വാഷാണ് പിടികൂടിയത്. 2 ബാരലുകളിലായി 400 ലിറ്റർ വാഷാണ് പിടിച്ചെടുത്ത്. ഇവ പിന്നീട് എക്സൈസ് സംഘം നശിപ്പിച്ചു. മണ്ണാർക്കാട് അട്ടപ്പാടി ആനക്കട്ടി ഊരിലാണ് സംഭവം. മരത്തിന് മുകളിൽ ഏറുമാടം കെട്ടുന്ന രീതിയിലായിരുന്നു പ്ലാസ്റ്റിക് ബാരലിൽ വാഷ് സൂക്ഷിച്ചിരുന്നത്. 200 ലിറ്റർ കൊള്ളുന്ന 2 പ്ലാസ്റ്റിക് ബാരലാണ് മരത്തിന്റെ മുകളിൽ ഒളിപ്പിച്ചത്. പ്രദേശത്തെ ചാരായം വാറ്റുന്നതിന് വേണ്ടി വാറ്റ് സൂക്ഷിച്ചുവെന്ന് എന്നാണ് എക്സൈസ് കണ്ടെത്തൽ. എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷിബുകുമാറും സംഘവും നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത്. മരത്തിൽ നിന്നും കയറുകെട്ടി താഴേക്ക് ഇറക്കിയ ശേഷം വാഷുകൾ നശിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരുവന്നൂർ കേസ് ഇടതുപക്ഷ ആശയത്തെ തകർക്കുന്നതിന് പല മാർഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നതായി K രാധാകൃഷ്ണൻ MP പറഞ്ഞു. ദേശീയ അന്വേഷണ ഏജൻസികളെയും ഇതിനായി ഉപയോഗിക്കുന്നു. EDയുടെ വേട്ടയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും BJPക്ക് കിട്ടില്ലെന്നും K രാധാകൃഷ്ണൻ MP പറഞ്ഞു. കരുവന്നൂർ കേസിൽ ബോധപൂർവം പ്രതിയാക്കുന്നതായും K രാധാകൃഷ്ണൻ MP പറഞ്ഞു. കോടതിയിൽ വന്ന കാര്യങ്ങളെ നിയമപരമായി നേരിടും. കൈകൾ ശുദ്ധമായതിന് കേസുമായി ബന്ധപ്പെട്ട് ഒരു ഭയപ്പാടും ഇല്ല. കരുവന്നൂരിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് തങ്ങൾക്ക് പറയാനുള്ളതെന്നും. അത് ആ പുറത്ത് കേൾക്കുന്ന വാർത്തയല്ലേ? ഞങ്ങൾ എൻ്റെ പാർട്ടിയുടെ ഘടകങ്ങളിലാണ്. നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങളുടെ പാർട്ടി ഘടകത്തിൽ ഏത് നേതാവിനെക്കുറിച്ചുള്ള തെറ്റുണ്ടെങ്കിലും ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം. അങ്ങനെ തെറ്റ് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ ആരെയും ശിക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കാനുള്ള തീരുമാനമൊന്നും ഞങ്ങളുണ്ട്. വിമർശിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആശയം. വിമർശനമില്ലാതെ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിമർശനമില്ലെങ്കിൽ ഈ പാർട്ടിക്ക് വളർച്ച ഉണ്ടാവില്ല, മുരടിപ്പുണ്ടാകും. വിമർശിച്ചതിൻ്റെ ഗുണം അതാണ് ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയും BJPക്ക് കിട്ടില്ലെന്ന് K രാധാകൃഷ്ണൻ MP പറഞ്ഞു. അവസാന കമ്മ്യൂണിസ്റ്റുകാരനുണ്ടെങ്കിലും BJPക്കും സംഘപരിവാറിനും എതിരെ പോരാടും. രാഷ്ട്രീയ വേട്ടയാടൽ ആണെങ്കിൽ ശക്തമായ പ്രതിരോധം തീർക്കും. ED അന്വേഷണം കേരളത്തെയും ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണെന്നും രാധാകൃഷ്ണൻ സൂചിപ്പിച്ചു. ഇത് പാർട്ടിയുടെ സെക്രട്ടറി ആവുന്നത് തെറ്റല്ലല്ലോ. നമ്മുടെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് പാർട്ടിയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവത്തിൻ്റെയും ഉത്തരവാദി പാർട്ടി സെക്രട്ടറി ആയി മാറുക എന്നുള്ളത് ഒരു സമീപനം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ BJP നേതാക്കൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുമോ? BJPയുടെ ഏതെങ്കിലും പ്രവർത്തകർ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അടക്കം പ്രതിയാവണ്ടേ? അപ്പോൾ ഇത് ബോധപൂർവമാണ്. ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അന്വേഷണ ഏജൻസി ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് പള്ളത്തേരിയിൽ 40 ലിറ്റർ വാഷ് എക്സൈസ് സംഘം പിടികൂടി. ഓപ്പറേഷൻ തണ്ടിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ പറഞ്ഞു.
ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പാലക്കാട്ടെ പള്ളിത്തേരിയിൽ 40 ലിറ്റർ വാഷ് എക്സൈസ് പിടികൂടിയത്. കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ പ്ലാസ്റ്റിക് ബാരൽ ആയിരുന്നു വാഷ് സൂക്ഷിച്ചിരുന്നത്. ചാരായമുണ്ടാക്കി വിൽപ്പന നടത്താനായി വാഷ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പാലക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ കെ രാജേഷ്, മുഹമ്മദ് റാഫി, രാജേഷ്, രഞ്ജിത്ത്, ഹരികൃഷ്ണൻ, അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഓടകൾ അടഞ്ഞ് വെള്ളക്കെട്ട് പ്രശ്നം ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളും ഇതോടൊപ്പം സജീവമായിട്ടുണ്ട്. ഷൊർണൂർ നഗരസഭാ പരിധിയിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഓരോ ഭാഗങ്ങളിലായി ശുചീകരണ തൊഴിലാളികളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൂടാതെ ഓടകളടഞ്ഞ് വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പ്രവണതയുമുണ്ട്. ഇത് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. മലിനജലമടക്കമുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോൾ കൊതുകുകൾ പെരുകാനും സാധ്യതയേറെയാണ്. ഇതെല്ലാം കണക്കിലെടുത്താണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നത്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. പരുത്തിപ്പറ TMUP സ്കൂളിൽ പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടുകൂടി ആചരിച്ചു. ഔഷധ സസ്യ പ്രദർശനം, നാളേക്കൊരു തണൽ എന്നിവയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ സിന്ധു നിർവഹിച്ചു. ഔഷധ സസ്യ പ്രദർശനം, നാളേക്കൊരു തണൽ എന്നിവയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ സിന്ധു നിർവഹിച്ചു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ചുക്കുകാപ്പിയുടെ മാധുര്യം നൽകി. തുടർന്ന് നടന്ന പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളുടെ പ്രവേശനോത്സവം ചടങ്ങിനെ മാറ്റുകൂട്ടി. ഈ വർഷത്തെ LSS വിന്നർ അധിരഥിന് സ്കൂളിന്റെ സ്നേഹാദരം നൽകി. PTA പ്രസിഡന്റ് രമ്യ ചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. പ്രധാന അധ്യാപിക നജാത്ത്, പ്രീ പ്രൈമറി അധ്യാപിക വിസ്മിത, അധ്യാപിക വൃന്ദ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സായം പ്രഭ ഹോമിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ സായം പ്രഭ ഹോമിലായിരുന്നു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളല്ലാതെ വേറെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ ഇന്നത്തെ ഒരു ചെറുപ്പക്കാരൻ, ഒരു 40 വയസ്സിന് താഴെയുള്ള ഒരു ആളെ നോക്കിയപ്പോൾ 40 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഭയങ്കര പ്രശ്നമാണ്. ശരീരം കൊണ്ട് വയ്യ, കുമ്പിടാൻ വയ്യ, നടക്കാൻ വയ്യ, തണ്ട് കൊണ്ട് വയ്യ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അത് സത്യത്തിൽ പ്രധാനം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ വ്യായാമമില്ലായും. ഇപ്പോൾ ഇവിടെ ഇരിക്കണം, ഞാൻ 70-ന് മുകളിൽ പറഞ്ഞ ആളുകളൊക്കെ ഒരുവിധ ആളുകൾ കർഷക തൊഴിലാളികളാണ്. നേരം വിളിച്ചാകുമ്പോൾ പോയി നേരിച്ച് പഴങ്കഞ്ഞി കുടിച്ച്, അല്ലെ, പഴങ്കഞ്ഞി കുടിച്ച് പോയി പാടത്തും പറഞ്ഞ് മുമ്പിട്ട് നിന്ന് പണിയെടുത്ത ആളുകളാണ്. അവർക്കായിട്ടുണ്ടാവും. നേരെ നിന്നിട്ട് ഇതായല്ല, ഇന്നത്തെ പണിയൊക്കെ പോയി ഇന്ന് പോണത് ഒരു ശരീരവും അനങ്ങാത്ത പണിക്ക് പോകുന്ന ആളുകളെ ബഹുഭൂരിപക്ഷം ആളുകൾ. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷക്കീല, പ്രിയ രാജേശ്വരി, ഡോക്ടർ സന്ധ്യ, K ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സന്ധ്യയുടെ നേതൃത്വത്തിലാണ് വയോജനങ്ങളെ പരിശോധിച്ചത്. സൗജന്യമായി മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. മണ്ണൂർ നഗരിപ്പുറം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളെയും നഗരിപ്പുറം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സദനം ഹരികുമാർ കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. വ്യാപാരി വ്യവസായി ഒറ്റപ്പാലം മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് പാലേരി, 10ാം വാർഡ് മെമ്പർ ഷിതി പ്രസാദ്, 13ാം വാർഡ് മെമ്പർ അമിത പ്രദീപ്, ഗ്രന്ഥശാല പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജയശ്രീ, രാധാകൃഷ്ണൻ, ശിവദാസ്, തുളസി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘകാലത്തെ സേവനത്തിന് നഗരിപ്പുറം പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ വാസുദേവനെ ചടങ്ങിൽ ആദരിച്ചു. സ്റ്റേറ്റ് SPC ക്യാമ്പിൽ പങ്കെടുത്ത് 2ാം സ്ഥാനം കരസ്ഥമാക്കിയ പാലക്കാട് ജില്ലാ ടീം അംഗമായ പത്രിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആരുഷിക്കും അഭിനന്ദനങ്ങൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം അലയടിക്കുന്നു. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാനൊരുങ്ങി മങ്കരയിലെ അർജന്റീന ഫാൻസ് ആരാധകർ. പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചും പടക്കം പൊട്ടിച്ചും പാലഭിഷേകം നടത്തിയുമാണ് ആരാധകർ ആഹ്ലാദം പങ്കിട്ടത്. പടുകൂറ്റൻ ബോർഡ് സ്ഥാപിച്ചും പടക്കം പൊട്ടിച്ചും പാലഭിഷേകം നടത്തിയുമാണ് ആഹ്ലാദം പങ്കിട്ടത്. മങ്കര കണ്ണമ്പരിയാരം സന്തോഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഞാറങ്ങോട്ടുകാവ് ബോയ്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മങ്കര കണ്ണമ്പരിയാരത്ത് സംസ്ഥാന പാതയിൽ കൂറ്റൻ ഫ്ലക്സ് സ്ഥാപിച്ചത്. 135 മീറ്റർ നീളവും 10 അടി വീതിയിലുമുള്ള കൂറ്റൻ ഫ്ലക്സാണ് അർജന്റീന ടീം ആരാധകർ സ്ഥാപിച്ചത്. ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ
കൂറ്റൻ കട്ടൗട്ടും ഫ്ലക്സിൽ ഉയർന്നിട്ടുണ്ട്. ഖത്തറിനു വേണ്ടി കളിക്കുന്ന കേരളക്കാരൻ തഹസിൻ മുഹമ്മദിന്റെ ചിത്രവും അർജന്റീന ആരാധകർ സ്ഥാപിച്ച ഫ്ലക്സിൽ ഇടം നേടിയിട്ടുണ്ട്. ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച ശേഷം ആരാധകർ ക്യാപ്റ്റൻ മെസ്സിയുടെ ചിത്രത്തിൽ പാലഭിഷേകവും പ്രത്യേക പ്രാർത്ഥനയും നടത്തി. തുടർന്ന് പടക്കം പൊട്ടിച്ച് ആരാധകർ ആഹ്ലാദം പങ്കിടുകയായിരുന്നു. അർജന്റീന ടീം വിജയം ഉറപ്പാണെന്നും ഒട്ടും സംശയമില്ലെന്നും ആരാധകർ പറഞ്ഞു. സന്തോഷ് ക്ലബും ഞാർക്കോട്ടാവ് യുവ ബോയ്സ് ബ്രദേഴ്സും കൂടി മങ്കരയിൽ തന്നെ ആദ്യമായിട്ടാണ് 135 അടി നീളമുള്ള ഫ്ലക്സ്, അതും ഞങ്ങളുടെ സ്വന്തം ടീമായ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. 2022 വേൾഡ് കപ്പ് 2026 അർജന്റീന നിലനിർത്തുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ടീം അർജന്റീന. കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള ഒട്ടനവധി ആരാധകരാണ് ഇവിടെ അർജന്റീന ടീമിനുള്ളത്. CS സജിൽ, സന്തോഷ്, അരുൺ, മഹേഷ്, രാധാകൃഷ്ണൻ, ജിത്തു പ്രസാദ്, പ്രതീഷ്, പ്രദീപ്, വിഷ്ണു, സിബി പ്രസാദ്, സോനു, അഭിനവ്, ഷാബിർ, KH അരുൺ, അമൽ, ജോഷി, അശ്വിൻ, നിഖിൽ, തേജസ്, K മനോജ് എന്നിവരുടെ കൂട്ടായ്മയിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. ഒരുപാട് ലെജൻസ് ഉണ്ട്. ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ലെവൻഡോസ്കി ആൻഡ് മുഹമ്മദ് സലാഹ് ആൻഡ് ന്യൂവർ അടക്കം എല്ലാവർക്കും നമ്മുടെ ഈ ടീമിന്റെ ഈ കൂട്ടായ്മയുടെ വകയായിട്ട് ഒരു അഭിവാദ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത് UDF-ൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമാവുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർക്കില്ല. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കെയാണെന്നും ഇതിനുശേഷം കേരളത്തിന് കേന്ദ്രം പണം നൽകിയെന്നും വിദ്യാഭ്യാസ മന്ത്രി. വീണ വിജയനെതിരായ കേസിൽ CPM ഇടപെടേണ്ടതില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. വീണയ്ക്കെതിരായ കേസിനെ നേരിടാനുള്ള കഴിവ് അവർക്കുണ്ടെന്നും അതിൽ CPM-ന് കാര്യമില്ലെന്നും NN കൃഷ്ണദാസ്. പിണറായി വിജയനെതിരെയുള്ള ഏത് നീക്കവും പാർട്ടിക്കെതിരായി തന്നെയാണെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം. തൃശൂരിൽ വിവിധ മേഖലകളിൽ വീശിയടിച്ച മിന്നൽ ചുഴയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ വീണ് ഒരു സ്കൂളിനും പാർക്ക് ചെയ്ത വാഹനങ്ങൾക്കും കേടുപാടുകൾ. ആളപായമില്ല. ഷൊർണൂർ നഗരപരിധിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളും സജീവം. കരുവന്നൂർ കേസ്. ഇടതുപക്ഷ ആശയത്തെ തകർക്കുന്നതിന് പല മാർഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നതായി K. രാധാകൃഷ്ണൻ MP. ദേശീയ അന്വേഷണ ഏജൻസികളെയും ഇതിനായി ഉപയോഗിക്കുന്നു. ഇഡിയുടെ വേട്ടയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും BJPക്ക് കിട്ടില്ലെന്നും K. രാധാകൃഷ്ണൻ MP. പാലക്കാട് അട്ടപ്പാടിയിൽ ചാരായം മാറ്റുന്നതിനായി മരത്തിനു മുകളിൽ പ്ലാസ്റ്റിക് ബാരലുകളിൽ സൂക്ഷിച്ച വാഷ് പിടികൂടി. 2 ബാരലുകളിലായി സൂക്ഷിച്ച 400 ലിറ്റർ വാഷ് എക്സൈസ് സംഘം നശിപ്പിച്ചു. സംഭവത്തിൽ കേസെടുത്ത് എക്സൈസ് അധികൃതർ. പാലക്കാട് പള്ളത്തേരിൽ നടത്തിയ റെയ്ഡിൽ 40 ലിറ്റർ വാഷ് പിടികൂടി. പരിശോധന ഓപ്പറേഷൻ തണ്ടിന്റെ ഭാഗമായി. പരിശോധന തുടരുമെന്നും എക്സൈസ് അധികൃതർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.